എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ റൈൻ വാട്ടർഫാൾസ് എന്നാണ്. അപ്പോൾ നമുക്ക് പിറകിൽ കാണാൻ പറ്റും, ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റും. ഞങ്ങൾ ആ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു റൈൻ ഫാൾസിലേക്ക് വന്നതും അതുപോലെ തന്നെ ഈ റൈൻ ഫാൾസ് ചുറ്റി കറങ്ങുന്നതാണ് ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് പോവാം. സ്വിറ്റ്സർലൻഡിൽ ന്യൂ ഹൗസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് റൈൻ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഹൗസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ താഴേക്ക് എത്തുന്നത് ഈ ഒരു റൈൻ ഫാൾസിന് മുൻപിക്കാണ്. അപ്പോൾ അത് വേറെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെ പോലെ നമ്മൾ കറങ്ങാനോ പിടിക്കാനോ ഒന്നുമില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരെ അവിടെ നിന്ന് നേരെ ഒരു ലിഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങി നമ്മൾ റൈൻ ഫാൾസിന് മുമ്പിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റൈൻ ഫാൾസിൻ്റെ പല പല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ റൈൻ ഫാൾസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് അവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ബോട്ടിംഗ് പല ടൈമുകളിലാണ്, പല ഡ്യൂറേഷൻസിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റിൻ്റെ ട്രിപ്പ് ഉണ്ട്, 30 മിനിറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 45 മിനിറ്റ്, അങ്ങനെ പലതരം സമയങ്ങളിലാണ്. അപ്പോൾ ഓരോ ഇതിനനുസരിച്ചിട്ടും ഓരോ തരം വ്യത്യാസങ്ങളുണ്ട്. 15 മിനിറ്റിൻ്റെ വേറെ ഗൈഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു വാട്ടർഫാൾസ് ആ ഒരു ബോട്ടിൽ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മറ്റേ 30 മിനിറ്റിലാണെങ്കിൽ നമുക്കൊരു ഗൈഡൻസും അതുപോലെ തന്നെ നമുക്ക് മൈക്കിൽ ആ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു വിവരണവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റിൻ്റെ മാത്രം മതി. കാരണം അതാണ് അതിൽ ആ ഒരു ട്രിപ്പിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത്, ആ 15 മിനിറ്റിനാണ്. അപ്പോൾ ഞങ്ങൾ ആ 15 മിനിറ്റിൻ്റെ ആ ഒരു ബോട്ടിങ്ങാണ് എടുത്തത്. അതിന് ഏകദേശം ചിലവ് വരുന്നത് 10 യൂറോ ആണ്. അപ്പോൾ നമ്മളൊരു റൈൻ ഫാൾസിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. 15 മിനിറ്റിന് ജസ്റ്റ് 10 യൂറോയ്ക്ക് നമുക്ക് ആ ഒരു റൈൻ ഫാൾസിൽ കൂടെ ആ ഒരു വാട്ടർഫാൾസ് കാണാനും തൊട്ടടുത്തുനിന്ന് അതിൻ്റെ ആ ഒരു എനർജി ഫീൽ ചെയ്യാനൊക്കെ പറ്റും. കാരണം നമ്മൾ ആ ഒരു വാട്ടർഫാൾസിൻ്റെ താഴത്തേക്ക് അവർ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു പ്രഷറിൽ നമുക്ക് അത് പോകുന്നത് കാണാനൊക്കെ ആയിട്ട് പറ്റും. ആ ഒരു വാട്ടർഫാൾസിൻ്റെ എഫക്റ്റിൽ നമ്മുടെ ബോട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യണതും ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി. റൈൻ ഫാൾസിൽ വന്നു കഴിഞ്ഞാൽ അവർ 15 മിനിറ്റ് തന്നെ അവർ കറക്റ്റായിട്ട് അതവിടെ വാച്ചിൽ നോക്കുന്ന ഒരാളും നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും സോവനീഴ്സോ കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡിലത്തെ പേരിൽ നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാനുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ആ ഒരു രീതിക്കുള്ളൊരു ഏരിയ ഉണ്ട്. അതിനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. പക്ഷേ ഇപ്പോൾ ഗ്രില്ല് ചെയ്യണമെങ്കിൽ അതിനുള്ള ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വലിയൊരു ടീമൊക്കെ ആയിട്ട് വരാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് അതിൻ്റെ ചുറ്റിനും കാണാൻ പറ്റുക. കാരണം ആ ഒരു ഉച്ച സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കേണ്ട ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഇരുന്ന് ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് കഴിക്കാനും, അതുപോലെ തന്നെ നമുക്കതല്ല ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫുഡ് കഴിക്കാനുള്ള ഏരിയകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ചുറ്റിനും കാണാൻ പറ്റും. പിന്നെ ഈ ഒരു റൈൻ ഫാൾസിൻ്റെ നമ്മൾ ഏറ്റവും ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പല പല വ്യൂകൾ കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ കളറാണ്. നല്ല ബ്ലൂ കളർ. നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലാണ് ഈ ഒരു വെള്ളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ. ഞാൻ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അതിൻ്റെ നമ്മളൊരു മഴക്കാലത്ത് പോയി കണ്ട അതിൻ്റെ പകുതി ഫീല് പോലും ആ ഒരു വെള്ളച്ചാട്ടത്തിനില്ല. പക്ഷേ ഒരുപാട് വെള്ളം ഒഴുകി വരുന്നൊരു ഏരിയയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് ആണ്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടിട്ട് ഇതിൻ്റെ ഇത് കാണുമ്പോൾ ഇത് തോന്നും, അയ്യോ അതിരപ്പള്ളിയിലത്തെ വെള്ളച്ചാട്ടമാണ് കൂടുതൽ തോന്നും. പക്ഷേ അവിടുത്തെ വെള്ളത്തിനേക്കാളും ഇവിടുത്തെ ഒരു വെള്ളത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളറാണ്. പിന്നെ ഈ ഒരു ബോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വാട്ടർഫാൾസിൻ്റെ എഫക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിന് നമുക്ക് ഒരാൾക്ക് എക്സ്പെൻസ് വരുന്നത് 5 യൂറോ ആണ്. അപ്പോൾ നമുക്ക് വാട്ടർഫാൾസ് എന്ന് പറയുന്ന ആ ഒരു തൊട്ടടുത്ത് ചെന്ന് നിന്ന് നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കൃത്യമായിട്ടും അതിൻ്റെ ആ ഒരു ശീതനൊക്കെ അടിക്കാനും കൃത്യമായിട്ട് നമുക്ക് പറ്റും. അതിന് നമ്മൾ 5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി ഇറങ്ങി നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെ പോയി നിന്ന് അതിൻ്റെ ആ ഒരു സ്പ്രേ ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. വാട്ടർ ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് സ്പ്രേ ചെയ്യണ പോലെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു പോർഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു 5 യൂറോ കൂടി സ്പെൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് പോയി വരാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിങ്ങിന് വരുന്ന ആ ഒരു 10 യൂറോയും പിന്നെ ഈ ഒരു 5 യൂറോയാണ് കൂടെ നമുക്കൊരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന ചിലവ് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയധികം വെള്ളം നമുക്ക് ഇങ്ങനെ പോകണതും അതൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. നല്ല ഫോട്ടോസിനും അതുപോലെ തന്നെ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വെള്ളത്തിൻ്റെ കളറും എല്ലാം കൊണ്ടും ആ ഒരു പ്രകൃതിയുടെ ഇടയിൽ ഇത് നിൽക്കുന്നതും അതുപോലെ തന്നെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു
വാട്ടർഫാൾസ് ആണ്, യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ്. ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലത്തെ അതിരപ്പള്ളിയായിട്ട് കമ്പയർ ചെയ്യണതല്ല, പക്ഷേ നമുക്ക് വാട്ടർഫാൾസിൽ നിന്നുള്ള രീതിയിൽ അതിരപ്പള്ളിയിൽ നമുക്ക് അത് ജസ്റ്റ് പോവാം, അതിൻ്റെ താഴെ നിൽക്കാൻ കാണാം. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാട്ടർഫാൾസിൽ കൂടെ നമുക്ക് ആ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിന്നിട്ടും അതിൻ്റെ പല ആംഗിളിലുള്ള വ്യൂസും, അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറും അതൊക്കെ നിൽക്കുമ്പോൾ ഇത് വേറൊരു രീതിയിലുള്ളതും നമ്മുടെ നാട്ടിലത്തെ. പക്ഷേ വെള്ളം ചാട്ടം എന്ന് പറയുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കാണുമ്പോൾ എനിക്ക് കൂടുതലും അത് അതിരപ്പള്ളി തിരുവനന്തപുരം നല്ല വലുതാണെന്നൊക്കെ തോന്നി. ഇവിടുത്തെ ഇത് കാണുമ്പോൾ നമുക്ക് ഈ പാറക്കെട്ടുകളുടെ ഇടയ്ക്കോട്ടുള്ളതല്ല കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ആ റൈൻ ഫാൾസിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അതിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.